മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ 20-ാം ഞായറാഴ്ചയിലെ തിരുക്കർമ്മങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന തിരുവചന ഭാഗങ്ങൾ ദൈവത്തിന്റെ സാർവത്രിക രക്ഷാകര പദ്ധതിയുടെയും അതിരുകളില്ലാത്ത കാരുണ്യത്തെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇന്നത്തെ ഒന്നാമത്തെ വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 56-ാം അധ്യായം 1-6 മുതൽ 7 വരെയുമുള്ള തിരുവചനങ്ങളാണ്. ഈ വായന മാനവരക്ഷ എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന ദൈവത്തിന്റെ വലിയ പദ്ധതി വെളിപ്പെടുത്തുന്നു. പ്രവാസത്തിനു ശേഷം തിരിച്ചെത്തിയ ഇസ്രായേൽ ജനത്തോട് യെശയ്യാ പ്രവാചകൻ സംസാരിക്കുമ്പോൾ ദൈവം തന്റെ നീതിയും രക്ഷയും ഉടൻ വെളിപ്പെടുത്തുമെന്ന് ഉറപ്പു നൽകുന്നു. എന്നാൽ ഈ രക്ഷ ഇസ്രായേൽ ജനത്തിന് മാത്രമായി പരിമിതപ്പെടുത്തിയ ഒന്നല്ല. കർത്താവിനെ സേവിക്കുവാനും അവിടുത്തെ നാമത്തെ സ്നേഹിക്കുവാനും മുന്നോട്ട് വരുന്ന അന്യവംശജരെയും ദൈവം തന്റെ പക്കലേക്ക് നയിക്കും. എന്റെ ആലയം എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന ദൈവവചനം യഹൂദരുടെ സങ്കുചിത ചിന്താഗതികളെ തകർക്കുന്നതാണ്. ജാതിയോ വംശമോ നോക്കാതെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന ഏതൊരാൾക്കും അവിടുത്തെ സന്നിധിയിൽ പ്രവേശനമുണ്ട് എന്ന സുവിശേഷ സത്യത്തിന്റെ പ്രവചന രൂപമാണ് ഇന്നത്തെ ഒന്നാം വായന വെളിപ്പെടുത്തുന്നത്. ഇന്നത്തെ രണ്ടാമത്തെ വായന പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 13 മുതൽ 15 വരെയും 29 മുതൽ 32 വരെയുമുള്ള തിരുവചനങ്ങളാണ്. പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിൽ വിജാതീയരുടെ അപ്പോസ്തലൻ എന്ന തന്റെ ദൗത്യത്തെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കുന്നു. യഹൂദർ യേശുവിനെ നിരസിച്ചപ്പോൾ രക്ഷ വിജാതീയരിലേക്ക് എത്തിച്ചേർന്നു. എന്നാൽ പൗലോസ് ശ്ലീഹ തന്റെ സ്വന്തം ജനമായ യഹൂദരെ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. വിജാതീയർക്ക് ലഭിച്ച ദൈവകാരുണ്യം കണ്ട് യഹൂദർക്ക് അസൂയ തോന്നുവാനും അങ്ങനെ അവരും യേശുവിലേക്ക് മടങ്ങി വരുവാനും പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു. ഒരു കാലത്ത് അനുസരണക്കേട് കാണിച്ച വിജാതീയർക്ക് ഇപ്പോൾ കാരുണ്യം ലഭിച്ചതുപോലെ ഇപ്പോൾ അനുസരണക്കേട് കാണിക്കുന്ന യഹൂദർക്കും ഒടുവിൽ ദൈവത്തിന്റെ കാരുണ്യം ലഭിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ അവർ അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരണം എന്നും പൗലോസ് അപ്പോസ്തലൻ അവരെ ഓർമ്മിപ്പിക്കുന്നു. ഈ 1ഉം 2ഉം വായനകളുടെ പശ്ചാത്തലത്തിലാണ് നാം ഇന്നത്തെ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശു ഗലീലയിലെ തന്റെ ശുശ്രൂഷകൾക്ക് ശേഷം ടയർ, സീദോൻ എന്നീ വിജാതീയ പ്രദേശങ്ങളിലേക്ക് പോകുന്നു. അവിടെ വച്ചാണ് ഒരു കാനാൻ സ്ത്രീ അവനെ സമീപിക്കുന്നത്. ചരിത്രപരമായും മതപരമായും യഹൂദരുടെ ശത്രുക്കളായിരുന്ന കാനാൻ ജനതയുടെ പ്രതിനിധിയായിരുന്നു ഈ കാനാൻ സ്ത്രീ. അതുമാത്രമല്ല, മക്കളെക്കുറിച്ച് വേദനിക്കുന്ന ഓരോ അമ്മയുടെയും പ്രതിനിധി കൂടിയാണ് ഈ കാനാൻ സ്ത്രീയായ അമ്മ. ഒരമ്മയുടെ സ്നേഹത്തിന് അതിരുകളില്ലെന്ന് നമുക്കറിയാം. ഒരു കുഞ്ഞ് വേദനിക്കുമ്പോൾ ലോകത്തിൽ മറ്റാരെക്കാളും കൂടുതൽ വേദനിക്കുന്നത് ആ അമ്മയാണ്. ഇവിടെ ഈ കാനാൻകാരി അമ്മയുടെ മകൾ പിശാച് ബാധയേറ്റ് കൊടിയ യാതന അനുഭവിക്കുകയാണ്. ആ മകളുടെ വേദന അമ്മയുടെ സ്വന്തം വേദനയായി മാറിക്കഴിഞ്ഞിരുന്നു. അവൾ യേശുവിനോട് നിലവിളിച്ച് പറയുന്നത് എന്റെ മകളെ സുഖപ്പെടുത്തണമേ എന്നല്ല, മറിച്ച് കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നോട് കനിയണമേ എന്നാണ്. മകളുടെ പിശാചു ബാധ ഈ അമ്മയുടെ ജീവിതത്തെ അത്രമേൽ തകർത്തിരുന്നു. അവൾ അനുഭവിച്ച മാനസിക വിഷമം ആ വാക്കുകളിൽ പ്രകടമാണ്. ഒരു യഹൂദ പ്രവാചകന്റെ മുന്നിൽ ചെന്ന് അപേക്ഷിക്കുവാൻ ഒരു വിജാതീയ സ്ത്രീക്ക് ഒട്ടേറെ സാമൂഹികമായ വിലക്കുകൾ ഉണ്ടായിരുന്നു. അന്നത്തെ സമൂഹത്തിൽ സ്ത്രീകളുടെ പദവി ചെറുതായിരുന്നു. അതിലുപരി അവൾ ഒരു വിജാതീയയുമായിരുന്നു. എന്നാൽ തന്റെ മകളുടെ ജീവനും സൗഖ്യത്തിനും വേണ്ടി അവൾ തന്റെ സ്ത്രീ സഹജമായ സങ്കോചങ്ങളും സാമൂഹികമായ അപമാന ഭയവും മാറ്റിവെച്ചു. മാതൃസ്നേഹം എല്ലാ ഭയങ്ങളെയും അതിജീവിക്കുന്ന ഒന്നാണ് എന്നതിന് ഈ അമ്മയേക്കാൾ വലിയ ഉദാഹരണം ബൈബിളിൽ ഇല്ല. എന്നാൽ യേശുവിന്റെ അവളോടുള്ള പെരുമാറ്റവും മറുപടിയും സുവിശേഷത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്ന ഒന്നാണ്. കരുണാനിധിയായ യേശു, സാധാരണക്കാരുടെ വിളി കേട്ടാൽ ഓടിയെത്തുന്ന ഇടയൻ, ഈ സ്ത്രീയുടെ ദയനീയമായ നിലവിളി കേട്ടിട്ടും ആദ്യം ഒരു വാക്കുപോലും മിണ്ടിയില്ല. ദൈവത്തിന്റെ ഈ മൗനം പ്രാർത്ഥിക്കുന്ന ഏവരുടെയും ജീവിതത്തിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ലേ, ദൈവമേ, ഞാൻ ഇത്രയേറെ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും നീ എന്താണ് മിണ്ടാത്തത് എന്ന്? യേശുവിന്റെ മൗനം അവളുടെ വിശ്വാസത്തെ തളർത്തുവാൻ വേണ്ടിയുള്ളതായിരുന്നില്ല, മറിച്ച് അതിനെ കൂടുതൽ ശുദ്ധീകരിക്കുവാനും ദൃഢമാക്കുവാനും ഉള്ളതായിരുന്നു. തുടർന്ന് ശിഷ്യന്മാർ ഇടപെടുന്നു. എന്നാൽ അവരുടെ ഇടപെടൽ കരുണ കൊണ്ടായിരുന്നില്ല.
അവൾ പിന്നാലെ നടന്ന് നിലവിളിക്കുന്നത് അവർക്കൊരു ശല്യമായി തോന്നി. അവളെ പറഞ്ഞു വിടുക എന്ന് അവർ യേശുവിനോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ യേശു തന്റെ ദൗത്യത്തിന്റെ ഒന്നാം ഘട്ടത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നു. അവൻ പറയുകയാണ്, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. യഹൂദരുടെ വിശ്വാസമനുസരിച്ച് രക്ഷയുടെ ചരിത്രത്തിൽ ഒരു ക്രമമുണ്ട്. ആദ്യം ദൈവത്തിന്റെ വാഗ്ദാനം ലഭിച്ച യഹൂദർക്ക് സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. അതിനുശേഷമേ അത് ലോകമെങ്ങും വ്യാപിക്കാവൂ. ഈ സത്യമാണ് യേശുവിന്റെ ഈ മറുപടിയിൽ വ്യക്തമാകുന്നത്. എന്നാൽ കാനാൻകാരിയായ ആ അമ്മ യേശുവിന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് പിന്മാറുവാൻ തയ്യാറായില്ല. അവൾ യേശുവിന്റെ മുൻപിൽ ചെന്ന് സാഷ്ടാംഗം പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് വീണ്ടും അപേക്ഷിച്ചു. ഈ സമയം യേശു പറയുന്ന വാക്കുകൾ കൂടുതൽ കഠിനമായിരുന്നു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. യഹൂദർ വിജാതീയരെ നായ്ക്കൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കാറുണ്ടായിരുന്നു. യേശു ആ സാമൂഹിക യാഥാർത്ഥ്യത്തെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. എന്നാൽ ഗ്രീക്ക് മൂലഭാഷയിൽ യേശു ഉപയോഗിക്കുന്നത് തെരുവ് നായ്ക്കളെ കുറിക്കുന്ന വാക്കല്ല, മറിച്ച് വീടുകളിൽ വളർത്തുന്ന കൊച്ചു നായ്ക്കുട്ടികളെ കുറിക്കുന്ന വാക്കാണ്. എങ്കിലും ഒരു യാചകിയെ സംബന്ധിച്ച് അത് തികച്ചും നിരാശാജനകമായ മറുപടിയായിരുന്നു. ഏതൊരു സാധാരണ മനുഷ്യനും ഈ വാക്കുകൾ കേട്ടാൽ കോപിക്കുകയോ നിരാശപ്പെടുകയോ ചെയ്യും. ഞാൻ ഇത്രയൊക്കെ താഴ്ന്നപേക്ഷിച്ചിട്ടും എന്നെ ഇങ്ങനെ അപമാനിച്ചല്ലോ എന്ന് ചിന്തിച്ച് ആ അമ്മയ്ക്ക് മടങ്ങിപ്പോകാമായിരുന്നു. എന്നാൽ അവിടെയാണ് ആ അമ്മയുടെ വിശ്വാസത്തിന്റെ വലിപ്പം നാം കാണുന്നത്. അവൾ യേശുവിന്റെ വാക്കുകളെ തിരുത്തിയില്ല, പകരം ആ വാക്കുകളെ തന്നെ തന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉപാധിയാക്കി മാറ്റി. അവൾ പറഞ്ഞു, അതേ കർത്താവേ, എങ്കിലും നായ്ക്കളും ഉടമസ്ഥന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. എത്ര മനോഹരവും ജ്ഞാനപൂർവമായ മറുപടി. അവൾ പറയുകയാണ്, യേശുവെ, നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇസ്രായേൽ മക്കളെ പോലെ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമല്ലായിരിക്കാം. ആ വലിയ അപ്പത്തിന് എനിക്ക് അവകാശമില്ലായിരിക്കാം. എങ്കിലും നിന്റെ മേശയിൽ നിന്ന് വീഴുന്ന ഒരു ചെറിയ കാരുണ്യത്തിന്റെ കഷ്ണം മാത്രം മതി എൻ്റെ മകളുടെ രോഗം മാറാൻ. അത് നൽകുവാൻ നിനക്ക് കഴിയില്ലേ എന്നായിരുന്നു അവളുടെ ചോദ്യം. ആ അമ്മയുടെ വിനയം യേശുവിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. യേശുവിന്റെ കാരുണ്യ കടലിൽ നിന്ന് ഒരു തുള്ളി മാത്രം മതി തന്റെ ജീവിതം മാറാനെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ഉറച്ചു വിശ്വസിച്ച അവളുടെ മുൻപിൽ യേശു തന്റെ കരുണയുടെ മുഖം വെളിപ്പെടുത്തുന്നു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നിന്റെ ആഗ്രഹം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന യേശുവിന്റെ വാക്കുകൾ ആ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമായിരുന്നു. ആ സമയത്ത് തന്നെ അവളുടെ മകൾ സുഖം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ ഭാഗം കേവലം ഒരു രോഗശാന്തി അത്ഭുതം മാത്രമല്ല, ഇതിന് വലിയ ചില ദൈവശാസ്ത്രപരമായ തലങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം പ്രധാനമായും എഴുതപ്പെട്ടത് യഹൂദ ക്രൈസ്തവർക്ക് വേണ്ടിയാണ്. അവർ തങ്ങൾ മാത്രമാണ് രക്ഷയ്ക്ക് അർഹർ എന്ന് വിശ്വസിച്ചിരുന്നവരാണ്. എന്നാൽ യേശു ഈ വിജാതീയ സ്ത്രീയുടെ വിശ്വാസത്തെ പ്രശംസിക്കുന്നതിലൂടെ സഭയ്ക്ക് വ്യക്തമായ ഒരു സന്ദേശം നൽകുന്നു. ദൈവത്തിന്റെ രാജ്യം യഹൂദർക്ക് മാത്രമുള്ളതല്ല, വിശ്വാസമുള്ള ഏതൊരാൾക്കും ദൈവരാജ്യത്തിൽ അവകാശമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു രണ്ടുപേരുടെ വിശ്വാസത്തെയാണ് വലിയ വിശ്വാസം എന്ന് വിളിച്ച് പ്രശംസിക്കുന്നത്. ഒന്ന്, ഈ കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസവും. രണ്ട്, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കാണുന്ന ശതാധിപന്റെ വിശ്വാസവും. ശ്രദ്ധേയമായ കാര്യം, ഇവർ രണ്ടുപേരും അന്യജാതിക്കാരായിരുന്നു എന്നതാണ്. ഇസ്രായേൽ ജനത്തിന് ലഭിക്കാത്ത വലിയ വിശ്വാസം വിജാതീയർ കാണിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതിലൂടെ വെറും പാരമ്പര്യം കൊണ്ടോ ജന്മം കൊണ്ടോ ആരും ദൈവത്തിന് പ്രിയപ്പെട്ടവരാകുന്നില്ല, മറിച്ച് അടിയുറച്ച വിശ്വാസം കൊണ്ടാണ് എന്ന് യേശു പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം നമ്മുടെ ജീവിതത്തിലേക്കുള്ള ചില പ്രായോഗിക സന്ദേശങ്ങളും നൽകുന്നുണ്ട്. ഒന്നാമതായിട്ട്, ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉടൻ ഉത്തരം നൽകാതിരിക്കുമ്പോൾ നമ്മൾ നിരാശപ്പെടാറുണ്ട്. എന്നാൽ കാനാൻകാരി അമ്മയെപ്പോലെ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രാർത്ഥനയിൽ തുടരുവാൻ നാം പഠിക്കണം. ദൈവത്തിന്റെ മൗനം അവിടുത്തെ വിസമ്മതമല്ല, മറിച്ച് കൂടുതൽ വലിയ കൃപയ്ക്കായുള്ള ഒരു ഒരുക്കമാണ്. രണ്ടാമതായിട്ട്, ഈ സുവിശേഷം എല്ലാ അമ്മമാർക്കും ഒരു വലിയ മാതൃകയാണ്. മക്കളുടെ ശാരീരികവും ആത്മീയവുമായ സൗഖ്യത്തിനായി ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കുന്ന അമ്മമാർ കുടുംബത്തിന്റെ വലിയ അനുഗ്രഹമാണ്.
ഈ കാനാൻകാരി അമ്മ തന്റെ മകളുടെ രോഗസൗഖ്യത്തിനായി കരഞ്ഞ് അപേക്ഷിച്ചതുപോൽ വിശുദ്ധ മോണിക്ക തന്റെ മകനായ അഗസ്റ്റിന്റെ മാനസാന്തരത്തിനായി വർഷങ്ങളോളം പ്രാർത്ഥിച്ചതുപോലെ മക്കളുടെ നല്ലതിനായി, മക്കളുടെ സൗഖ്യത്തിനായി, മക്കളുടെ മാനസാന്തരത്തിനായി തളർന്നു പോകാതെ അവരെ യേശുവിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയിലൂടെ എത്തിക്കുവാൻ അമ്മമാർക്ക് സാധിക്കണം. മൂന്നാമതായി, മറ്റുള്ളവരെക്കാൾ വലിയവരാണ് തങ്ങൾ എന്ന ചിന്ത യഹൂദർക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിലും ജാതിയുടെയോ പണത്തിന്റെയോ പദവിയുടെയോ പേരിൽ മനുഷ്യരെ മാറ്റി നിർത്തുന്ന പ്രവണതയുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ വിനയം മാത്രമാണ് ദൈവകൃപ സ്വീകരിക്കുവാനായിട്ടുള്ള ഏറ്റവും വലിയ യോഗ്യത. പ്രിയപ്പെട്ടവരെ, ഈ കാനാൻകാരി അമ്മയെപ്പോലെ നമുക്കും കർത്താവിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളും കണ്ണീരും സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളും ദൈവത്തിൻ്റെ മൗനങ്ങളും നമ്മെ തളർത്താതിരിക്കട്ടെ. കാനാൻകാരിയായ അമ്മയുടെ അടിയുറച്ച വിശ്വാസവും വിനയവും നമുക്കും സ്വന്തമാക്കാം. ദൈവം തൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന കഷ്ണങ്ങളല്ല, മറിച്ച് തൻ്റെ ജീവൻ തന്നെയായ അപ്പമാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് നൽകുന്നത്. ആ ദൈവസ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഭക്തിയോടെ പ്രാർത്ഥനയോടെ ജീവിക്കുവാൻ ശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.